എക്സാമിനേഷനെ ഒരു മുൻധാരണ ഇല്ലാതെ പോയ ആളുകൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യാൻ പാടില്ലാത്തത്. നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു എക്സാമിനെ അനലൈസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് എഴുതാൻ പോകുന്ന മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതായത് നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്. അതായത് ഈ ഒരു എക്സാമിനേഷനെ ഒരു മുൻധാരണ ഇല്ലാതെ പോയ ആളുകൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ ഇനിയും സെക്കൻഡ് സ്റ്റേജ് എഴുതാൻ പോകുമ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട്, നിങ്ങൾ നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കി എക്സാം ഹോളിന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ റാങ്ക് നേടാനുള്ള 100 മാർക്ക് നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കാരണം ഇത് ക്വാളിഫയിങ് പേപ്പറാണ്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജിന് ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ജൂൺ മാസം 28-ാം തീയതി രണ്ടാമത്തെ സ്റ്റേജ് എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. ഇവിടെ മക്കളെ, ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ മുൻകാലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സെക്കൻഡ് ടെസ്റ്റിന്റെ ഈ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിനെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം. UPSC ലെവലുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ടൈമിനെ മാനേജ് ചെയ്യണം. നമ്മൾ സെക്കൻഡറി ടെസ്റ്റിനുമായി ബന്ധപ്പെട്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ചെയ്യുകയുണ്ടായി. ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അതേ രീതിയിൽ തന്നെ ആ ക്വസ്റ്റ്യനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയി എക്സാം ഹോളിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. മക്കളെ, സെക്കൻഡ് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഞാൻ 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അറിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഒന്നാമത്തെ എ കോഡാണ് കേട്ടോ. ഇത് എ കോഡാണ്. 56/2025 കോഡിലുള്ള എ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവിടെ കൃത്യമായിട്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഏകദേശം 5ഓളം പോയിന്റുകൾ തന്നിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദ്യം വന്നിരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ, 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഓപ്ഷൻസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അടുത്തത് 5 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അത്തരത്തിൽ വളരെ നീളമുള്ള ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ പറ്റും, എ കോഡിൽ കാണാൻ പറ്റും. ഇനിയും അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ 5ാമത്തെ ചോദ്യം നോക്കി, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അത്യാവശ്യം വായിക്കാനുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത് നോക്കിയാൽ അടുത്ത GKയുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അവിടെയും അത്യാവശ്യം വായിക്കാനുള്ള കനത്തിലുള്ള 2-3 ലൈനുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള ചോദ്യമാണ് അവിടെ കാണാൻ പറ്റുക. അതിനുശേഷം ഇത് നോക്കിയ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യമാണ്. നല്ല കിടിലോസ്കി ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കളയണമെന്ന് തന്നെ വിചാരിച്ച്, നമ്മുടെ സമയം ഇല്ലാണ്ടാക്കണമെന്ന് തന്നെ വിചാരിച്ച് PSC ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയടാ. 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നത് 3-4 ലൈനുകൾ വീതമുള്ള ഘടാഘടിയൻ സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കിയേ, വളരെ വലിയ സ്റ്റേറ്റ്മെന്റുകൾ. സമയം വായിച്ച് കളയണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ എന്താണ് PSC യഥാർത്ഥത്തിൽ അളന്നിട്ടുള്ളത്? നിങ്ങളുടെ ഏത് ക്വാളിറ്റിയാണ് അളന്നിട്ടുള്ളത്? ഇത് അറിയാമെങ്കിൽ ഇനി എഴുതാൻ പോകുന്ന കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനേഷൻ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. മക്കൾ, ഇവിടെ നിങ്ങളുടെ ഇന്റലിജൻസ് അളന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇന്റലിജൻസ് അളന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എബിലിറ്റി അളന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെ എങ്ങനെയൊക്കെ വീക്ഷിക്കാൻ പറ്റും, നിങ്ങളുടെ വിഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് അവർ അളന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അളന്ന് അതിനോടൊപ്പം തന്നെ നോളജും കൂടി അളന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ എക്സാമിനേഷനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ വെറും നോളജ് മാത്രമല്ല, പല തരത്തിലുള്ള ഘടകങ്ങൾ. ഓക്കെ, ഒരു ബ്യൂറോക്രാറ്റിന് ഉണ്ടാവേണ്ടുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു എക്സാമിലൂടെ PSC അളന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ UPSC ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ മോഡലുള്ള ചോദ്യങ്ങൾ ഈ എക്സാമിന് വന്നിട്ടുണ്ട്. മാത്സിലൊരു 2 ചോദ്യം മുൻകാല UPSC തലത്തിൽ നിന്ന് CSAT-ൽ നിന്ന് ചോദിച്ച ഡയറക്റ്റ് ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ
ഇനിയും നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ എങ്ങനെയാണ് പോവേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറയുന്ന സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ കുറേ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു എക്സാമിനേഷന് പോവാണ്. അവിടെ നിങ്ങൾക്ക് അബദ്ധമല്ല ഉണ്ടാവേണ്ടത്, അവിടെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? അവിടെ നിങ്ങൾക്ക് റിസൾട്ടാണ് ഉണ്ടാവേണ്ടത്, അല്ലേ? അവിടെ അബദ്ധങ്ങൾ നിങ്ങൾ കാണിക്കുകയല്ല. നിങ്ങൾ എന്താണ് മൈൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൈൻഡ് ആയിട്ട് തെറ്റുകൾ വരുത്തുകയല്ല ലക്ഷ്യം. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക, നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക, നിങ്ങൾ മെയിൻസിന് വേണ്ടി അതിശക്തമായി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അത് തന്നെയാണ് സൂപ്പർ നോട്ട്സ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു 50 ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു സെറ്റ്, ഓക്കെ, അതിലൊരു 45-46ഓളം ടോപ്പിക്കുകൾ നമ്മൾ ടെലഗ്രാമിലൂടെയും നമ്മുടെ ബാച്ചുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് നിങ്ങൾ ഫസ്റ്റ് പ്രിലിംസ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്ന് ഏകദേശം നിങ്ങൾക്ക് 27ഓളം GK ടോപ്പിക്സ്, ഓക്കെ, GK ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് എന്നുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോപ്പിക്സ് എവിടെയാണ്? ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ എന്ത് ചെയ്താൽ മതി? സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇല്ല എങ്കിൽ താഴെ ലിങ്ക് കാണും, അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരാൻ പറ്റും. അവിടെ കൃത്യമായിട്ട് നമ്മൾ 45ഓളം ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്കുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്തു? 27 GK ടോപ്പിക്സ്, അതായത് GKയിൽ നിന്ന് മാത്രം 27ഓളം ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ടുമുള്ള ആ ഒരു ടിപ്സിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് സ്റ്റേ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മക്കളെ, നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ടിപ്സാണ്. ശ്രദ്ധിച്ചിരുന്നോളം. ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ ടിപ്പാണ് മക്കളെ, സോൾവ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മലയാളം? ഞാൻ നിങ്ങളോട് എക്സാമിനേഷന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അമൽ സാർ ചെയ്തിട്ടുണ്ട്, അമൽ സാറാണ് ആ വീഡിയോ ചെയ്തത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ചോദ്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ് മക്കളെ? ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാമെങ്കിലും, ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ല എങ്കിലും ഒരു മിനിമം ടൈം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? 10 ചോദ്യങ്ങളാണ് മലയാളത്തിൽ നിന്ന് വരിക. മലയാളത്തിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ല എങ്കിലും അതിന് മിനിമം കൊടുക്കേണ്ട ഒരു ടൈമുണ്ട്. ആ ടൈമിന് അപ്പുറത്തേക്ക് ആ ചോദ്യം പോവില്ല. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അറിയാം, നിങ്ങൾക്ക് അറിയില്ല, അറിയാമെങ്കിൽ അറ്റൻഡ് ചെയ്യുക, അറിയില്ലെങ്കിൽ വിട്ട് കളയുക. ഈ ഒരു കാര്യം മാത്രമേ മലയാളത്തിലെ 10 ചോദ്യങ്ങൾ ചെയ്യാനുള്ളൂ. ദെൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴോ അവിടെ 20 ചോദ്യങ്ങളാണുള്ളത്. ആ 20 ചോദ്യങ്ങളിലും ഇതേ മെത്തേഡ് തന്നെയാണ്. ഒന്നെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ അറിയില്ല. വലിയ ഭീമാകാരൻ ചോദ്യങ്ങളോ സ്റ്റേറ്റ്മെന്റുകളോ അവിടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടില്ല. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും, അറിയാവുന്ന ചെയ്യാൻ പറ്റും. ഇനി എളുപ്പമാണ് എങ്കിൽ, ഇംഗ്ലീഷും മലയാളവും എളുപ്പമാണ് എങ്കിൽ, ചിലപ്പോൾ ഇംഗ്ലീഷും മലയാളവും ആയിരിക്കും എളുപ്പം, എന്നിട്ട് മാത്സും അതേപോലെ GK ടോപ്പിക്സും ഒക്കെ ഭയങ്കര കട്ടിയാകും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ കിട്ടേണ്ടുന്ന മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മലയാളത്തിൽ 10ഉം ഇംഗ്ലീഷിൽ 20ഉം ചേർത്ത് ടോട്ടൽ 30 മാർക്കിന്റെ ടോപ്പിക്സ് നിങ്ങൾ ആദ്യം ചെയ്ത് തീർത്താൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം, പിക്ക് സിമ്പിൾ GK ക്വസ്റ്റ്യൻസ്. അതായത് GK 50 ചോദ്യങ്ങളാണ്. ആ 50 ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലാത്ത നോർമൽ PSC ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് കാണും. അത് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ തരും. ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ ടോപ്പിക്കുകൾ എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെഷൻ തൊട്ട് പറയെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടു നോക്കുക. 50 ചോദ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വളരെ വേഗത്തിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ഉദാഹരണമായിട്ട് താ നോക്കി, കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്ന് ചോദിച്ച് 4 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ഇത് ശരിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമുക്ക് ആർക്കും സംശയമില്ല. ഒന്നാമത്തെ ശരിയാണ്. 2, 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മനത് പത്മനാഭൻ NSS സ്ഥാപിച്ചു. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്ന സാധനമാണ്. പക്ഷേ സാധുജന പരിപാലന സഭ ഇത് ആരുടെ അല്ല? ഡോക്ടർ പൽപ്പുവിൻ്റെ അല്ല എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ B ഓപ്ഷനാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ GK ടോപ്പിക്കിൽ തന്നെ സ്റ്റേറ്റ്മെന്റും വരും, അതേസമയം ഞാൻ ആദ്യം കാണിച്ച തരത്തിലുള്ള ഇത്തരത്തിലുള്ള വലിയ സ്റ്റേറ്റ്മെന്റ്സും വരും,
അതേപോലെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യും അതിനകത്തിൽ വരും. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്ത എപ്പോഴാണ്? വളരെ സിമ്പിൾ ചോദ്യം. നവംബർ 26, 1949, ജനുവരി 26, 1950. പെട്ടെന്ന് കിട്ടി. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പാക്കാനുള്ള വകുപ്പ് എത്രയാണ്? 356. വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ നടന്നത് എപ്പോഴാണല്ലേ? ഏത് ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഡയറക്റ്റാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. യാതൊരു സംശയവും ഇല്ലാതെ വളരെ വേഗത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ചോദ്യങ്ങളാണിവ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷേ മറ്റുള്ളതിന് കെടുക്കുന്ന സമയത്തിൽ അവസാന സമയം തികയാതെ വരുമ്പോൾ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വരും. കാരണം ഇതൊക്കെ 28, 29, 30 എ കോഡിൽ കിടക്കുന്നത്. കോഡ് വ്യത്യാസമൊക്കെ വരാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ആദ്യം നിങ്ങൾ മലയാളവും ഇംഗ്ലീഷും എന്ത് ചെയ്യാൻ പറ്റുക? ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള GK ചോദ്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ അവിടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 50ഓളം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് പ്രിലിമിനറി 1-ൽ ആദ്യ പ്രിലിമിനറിക്ക് എത്ര ചോദ്യങ്ങൾ വന്നു എന്നുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. പക്ഷെ അവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെഷൻ കൂടി ഞാൻ ചെയ്തു തരാം. അതായത് എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ഈ പ്രിലിമിനറി 1-ൽ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുക, അതിലൂടെ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സെഷൻ ചെയ്തു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ കമൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തേക്കാം? വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം പിന്നീട് GKയിൽ മിച്ചമായിട്ട് വരുന്ന ഒരു 30ഓളം ചോദ്യങ്ങളായിരിക്കും വരിക. ഒരു 30, 25, 30ഓളം ചോദ്യങ്ങൾ വരും. അതിലൊരു 10 ചോദ്യങ്ങളോളം ചെയ്യാൻ പറ്റിയാലും ഏകദേശം 60 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 ചോദ്യങ്ങളോളം റീസണിങ് ഉണ്ട്. കുറേ റീസണിങ് ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അതിനുശേഷം മാത്രം മാത്സിലേക്ക് പോവാം. കാരണം മാത്സ് ചിലപ്പോൾ നന്നായിട്ട് പ്രയാസമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയാലേ മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉത്തരം വേഗത്തിൽ കിട്ടുമോ എന്നുള്ളത്. അതുകൊണ്ട് റീസണിങ് ആദ്യം ചെയ്യുക. കുറച്ചുകൂടെ വേഗത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന റീസണിങ്ങിലാണ്. അതിനുശേഷം നിങ്ങൾ മാത്സിലേക്ക് വരിക. ഈ 5 ഗോൾഡൻ റൂളുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രിലിമിനറി 2ാമത്തെ സ്റ്റേജ് നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം. ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് പോവുക. രണ്ടാമത് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം GKയിലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എലിമിനേഷൻ ടെക്നിക്ക് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതിനുശേഷം റീസണിങ് ചെയ്യുക. അതിനുശേഷം മാത്സ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയനഷ്ടമില്ലാതെ വളരെ വേഗത്തിൽ ഈ ഒരു എക്സാമിനേഷൻ 1.25 മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്ന ലിമിറ്റഡ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വിട്ടുകളയാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ സെഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. എടാ GK ആകെ 50 ടോപ്പിക്കുകളുള്ളതിൽ നമ്മളൊരു 50 ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു 45, 46ഓളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെയും നമ്മുടെ ബാച്ചുകളിലും ഒക്കെ തന്നിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ബാച്ചുകൾ നമ്മൾ കൊണ്ടുപോയി. നമ്മുടെ ബാച്ചുകളിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നന്നായിട്ട് ഈ എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവിടെ 27ഓളം GK ടോപ്പിക്കുകളാണ് ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ 27 ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി നോക്കിപ്പോയ ആളുകൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. GKയിൽ ഒരു 27 മാർക്ക് അടുത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ദെൻ GKയിൽ ആകെ വരുന്നത് 50 ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങൾ നോർമൽ PSC ടൈപ്പിൽ 21 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 1 വേർഡ് പോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ 21 ചോദ്യങ്ങളുണ്ടായിരുന്നു. ബാക്കി 29 ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റിലുള്ളത്. ആ 29-ൽ തന്നെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയി നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏകദേശം 15ഓളം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സുഖമായിട്ട് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്ന മാർഗ്ഗം GKയിലും ഉണ്ടായിരുന്നു. പക്ഷേ റൂൾസ് നിങ്ങൾ അറിയണം. ആ റൂൾസ് അറിഞ്ഞെങ്കിൽ മാത്രമേ, സീക്രട്ട് റൂൾസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കണ്ടന്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടി പഠിക്കുക. അപ്പോൾ അത്തരത്തിൽ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടി നമ്മുടെ ഈ 50 ടോപ്പിക്കുകൾ
ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ തരുന്നുണ്ട്. അവിടെ നിങ്ങൾ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ GKയിലെ 50ഓളം ടോപ്പിക്സുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ കില്ലർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ജൂൺ മാസം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ മാസം 28-ാം തീയതിയാണ് ഇനി അടുത്ത എക്സാമിനേഷൻ വരിക. ഇന്ന് എന്താണ്, ജൂൺ മാസം 8-ാം തീയതിയാണ്. അതായത് 20 ദിവസമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. കൃത്യമായുള്ള റിവിഷനിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പ്രിലിംസ് ഓൺലി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് വളരെ റേറ്റ് കുറച്ച് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ 8281223366 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനുള്ള എല്ലാ ഗൈഡൻസും ഈ കില്ലർ ബാച്ചിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. ഒരിക്കൽ കൂടി പറയുന്നു, 8281223366. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട, അല്ല നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാമുകളുമായി ബന്ധപ്പെട്ടായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടോ എങ്കിൽ, നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം കൂടെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.